إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, എല്ലാ ആരാധനകളുടെയും കാതൽ, അതിൻ്റെ മർമ്മം, പ്രധാന ഭാഗം തൗഹീദാണ്, അഥവാ വഹ്ദത്തുൽ അഖീദയാണ്. ഏക ഇലാഹിലുള്ള വിശ്വാസവും ആരാധനയുമാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായത്. സ്രഷ്ടാവായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതത്തിന് അള്ളാഹുവിന്റെ ദീനിലെ ഇബാദത്തുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അത് നിസ്കാരമായാലും സക്കാത്തായാലും നോമ്പായാലും ഹജ്ജായാലും ദിക്റുകളായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തായാലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ തിലാവത്തായാലും അത് മാതാപിതാക്കൾക്ക്, ഇണകൾക്ക്, മക്കൾക്ക്, അയൽവാസികൾക്ക്, കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക് സേവനം ചെയ്യലായാലും, ഇതെല്ലാം ഏത് ഇബാദത്തുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം അള്ളാഹുവിനെ ഓർക്കാനും അവനിലേക്ക് അടുക്കാനുമുള്ള മാർഗങ്ങളാണുള്ളത്. അല്ലാഹു അക്ബർ കബീറ. ഇതിലേക്ക് ഈ വഹ്ദത്തുൽ അഖീദയുടെ ഭാഗമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്, അള്ളാഹുവിനെ സദാ ദിക്ർ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് അള്ളാഹുവിന്റെ ശിആറുകളിൽ, ദീനി ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഉദ്ഹിയ്യ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയ്യയിലേക്ക് പ്രവേശിക്കാൻ, അതിൽ സജീവരാകാൻ, ആ ഇബാദത്ത് ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ച് അത് നിർവഹിക്കുന്നവരാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് ഉമ്മത്ത് മുസ്ലിമയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിന്റെ ശിആറുകളിൽ, ദീനി ചിഹ്നങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ ഖുർആനിൽ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജിന്റെ 36-ാമത്തെ ആയത്ത്, ഹജ്ജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതിനിടെ റബ്ബ് പറയുന്നൊരു വാക്കുണ്ട്. അതെന്തറിയോ? വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്
വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. ബലിയൊട്ടകങ്ങളാകട്ടെ നാം അവയെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിആറുകളിൽപ്പെട്ടതാക്കിയിരിക്കുകയാണ്. അതായത് അറവിനായി നിശ്ചയിക്കപ്പെട്ടവ മുഴുവനും അല്ലാഹുവിന്റെ ശിആറുകളിൽപ്പെട്ടതാണ്. ശിആർ എന്ന് പറഞ്ഞാൽ അത് വിശാലമാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദയുടെ 2-ാമത്തെ ആയത്ത് തുടങ്ങിയിട്ട് ഉടനെ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തുഹില്ലു ശആഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലാഇദ വലാ ആമീനൽ ബൈത്തൽ ഹറാമ യബ്തഗൂന ഫളലൻ മിൻ റബ്ബിഹിം വരിദ്വാന. ഈമാനുള്ളവരെ, അള്ളാഹുവിന്റെ ദീനി ചിഹ്നങ്ങളെ, മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. അവയെ നിങ്ങൾ ആദരിക്കണം, മഹത്വപ്പെടുത്തണം, ബഹുമാനിക്കണം. പവിത്രമായ മാസത്തെ ബലിമൃഗങ്ങളെ, ആ ബലിമൃഗങ്ങളുടെ കഴുത്തിലുള്ള അടയാള താലികളെ നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹവും പൊരുത്തവും തേടിക്കൊണ്ട് വിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി പോകുന്ന ഹജ്ജ് തീർത്ഥാടകരെ, ഹാജിമാരെ നിങ്ങൾ അനാദരിക്കരുത്. ഇതെല്ലാം ആദരിക്കപ്പെടാനുള്ളതാണെന്നാണ്. ലാ തുഹില്ലു ശആഇറല്ലാഹ് എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസിന്റെ പ്രമുഖ ശിഷ്യനാണ്. അവിടുന്ന് പറഞ്ഞു, അസ്സഫാ വൽ മർവ വൽ ഹദിയ വൽ ബുദ്ന മിൻ ശആഇരില്ലാഹ്. ഇതൊക്കെ അല്ലാഹുവിന്റെ ശിആറിൽപ്പെട്ടതാണ്. ഏതൊക്കെയാണത്? സഫ, അതുപോലെ മർവ, അതുപോലെ ഹദി ബലിയൊട്ടകങ്ങൾ, വൽ ബുദ്ന ബലിയൊട്ടകങ്ങൾ, അതുപോലെ നേർച്ച മൃഗങ്ങൾ. ഇതെല്ലാം ബലിമൃഗങ്ങൾ, അവയുടെ കഴുത്തിൽ അടയാളത്താലികൾ എല്ലാം അള്ളാഹുവിന്റെ ശിആറുകളിൽപ്പെട്ടതാണ്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദീനുല്ലാഹി കുല്ലുഹു എന്നാണ്. അള്ളാന്റെ ദീന് മുഴുവനും ശിആറാണെന്നാണ്. അള്ളാന്റെ ദീന് മുഴുവനും ശിആറാണെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അറുക്കുന്നത് കേവലം ഒരു അറവല്ല, ഒരു രക്തമൊഴുക്കലുമല്ല, കേവലം ഒരു അറവോ ഒരു രക്തമൊഴുക്കലോ അല്ല. പകരം ഈ ഉദ്ഹിയ്യയിലൂടെ, ബലികർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ മുന്നിലെല്ലാം സമർപ്പിക്കുന്ന ഒരു വിശ്വാസി. കാരണം എന്താ? അവന്റെ ദുആയിൽ പോലും അത് കാണാം. നമ്മളൊക്കെ സാധാരണ ദുആഉൽ ഇഫ്തിതായി, പ്രാരംഭ പ്രാർത്ഥനയായി നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന 3ഓളം റിവായത്തുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട റിവായത്തിലൂടെ ഒരു ആയത്തിന്റെ ഭാഗമാണ് ഖുൽ. നബി അവിടുന്ന് പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ നുസുക്ക്, എന്റെ ജീവിതം, എന്റെ മരണം അതൊക്കെ അല്ലാഹുവിനാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. ഇവിടെ നുസുഖി എന്നതിനെ വിവരിക്കുന്നിടത്ത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം പറയുന്നത് ദബ്ഹി എന്നാണ്. ദബ്ഹി അഥവാ എന്റെ നിസ്കാരവും, എന്റെ ബലിയും, എന്റെ ജീവിതവും, എന്റെ മരണവും അതൊക്കെ അല്ലാഹുവിനാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് ഒരടിമ അവന്റെ റബ്ബിന് സമർപ്പിക്കുന്ന ഉബൂദിയത്തിന്റെ ഭാഗമാണ്, വഹ്ദാനിയത്തിന്റെ ഭാഗമാണ്, തൗഹീദിന്റെ ഭാഗമാണ്. ഏതൊരാളും കണിശത പാലിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ്. ശരി, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ ഈ ബലികർമ്മത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തിനാണ് ഉളുഹിയ്യത്ത് നടത്തുന്നത്? എന്തിനാണ് ബലി സമർപ്പിക്കുന്നത്? അള്ളാഹു നിർബന്ധമാണ്, അല്ലെങ്കിൽ ഐച്ഛികമാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ബലികർമ്മങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദിക്റുല്ലാഹി ജല്ല വഅലാ. നിസ്കാരം അഖിമിസ് സ്വലാത്ത ലിദിക്രി. ഉളുഹിയ്യത്ത് എന്താണ്? ദിക്റുല്ലാഹി ജല്ല വഅലാ. 24 മണിക്കൂർ സമയബന്ധിതമല്ലാതെ നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ് ദിക്റുള്ള. ആ ദിക്റുള്ള പ്രത്യേകമാണ്. ഓരോന്നും ദിക്റുള്ളയാണ്. വിശുദ്ധ ഖുർആൻ ദിക്റുള്ളയാണ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ദിക്റാണ്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. ഈ ഖുത്ബ, ഈ ജുമുഅ അത് ദിക്റാണ്, അത് ദിക്റാണ്. അതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നാം ഒരു ഉരുവിനെ വാങ്ങുകയും അതിനെ അറുക്കുകയും ചെയ്യുന്നത് ദിക്റുള്ളയാണ്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജിന്റെ 34-ാമത്തെ ആയത്ത് എന്താ അല്ലാഹ് പറഞ്ഞറിയോ? وَلِكُلِّ أُمَّةٍ جَعَلْنَا مَنسَكًا لِيَذْكُرُوا اسْمَ اللَّهِ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ
ഓരോ ഉമ്മത്തിനും ഓരോ സമുദായത്തിനും നാം ബലികർമ്മം നിശ്ചയിച്ചു. അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലികളെ അറുത്ത് അവയിലൂടെ അള്ളാഹുവിനെ ഓർക്കാൻ ദിക്റ് ചെയ്യാൻ വേണ്ടി എത്രയത് എന്നാണ്. വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹുവിന് ദിക്റ് ചെയ്യലാണ് ഉദ്ഹിയ്യത്തിലൂടെ നടക്കുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഉദ്ഹിയ്യ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉദ്ഹിയ്യ അത് ദിക്റുള്ളയാണ്. ഉദ്ഹിയ്യ അത് ദിക്റുള്ളയാണ്. ശരി പ്രിയമുള്ളവരെ, രണ്ടാമത്തത് ഇസ്ലാമിലെ ബലിയുടെ ലക്ഷ്യം എന്താണ്? ഒന്ന്, അതിലൂടെ ഉദ്ദേശിക്കുന്നത് ദിക്റാണെങ്കിൽ അത് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അത് ലക്ഷ്യം വെക്കുന്നത് തഖ്വയാണ്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളിലും ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടത് തഖ്വയാണ്. നിസ്കാരത്തിൽ തഖ്വയാണ്, നോമ്പിൽ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ, ഹജ്ജിൽ തഖ്വയാണ്. എല്ലാ ഇബാദത്തിലും ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടത് തഖ്വയാണ്. കാരണം എന്താ? തഖ്വ ഇല്ലാത്തവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് തഖ്വയാണ് പ്രധാനം. അല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? സൂറത്ത് ഹജ്ജിന്റെ 37-ാമത്തെ ആയത്തിലെത്തുമ്പോൾ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലകിൻ യനാലുഹു തഖ്വാ മിൻകും. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലകിൻ യനാലുഹു തഖ്വാ മിൻകും. അവയുടെ മാംസങ്ങളോ രക്തങ്ങളോ അല്ലാഹുവിങ്കൽ എത്തുന്നതേയില്ല. രക്തമോ മാംസമോ അല്ലാഹുവിങ്കൽ എത്തൂല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, പക്ഷെ നിങ്ങളുടെ ഭക്തിയാണ്, തഖ്വയാണ് അല്ലാഹുവിങ്കൽ എത്തുന്നത് എന്നാണ്. വല്ലാത്തൊരു വാക്കാണ്, അല്ലാഹുവിങ്കൽ എത്തുന്നത് എന്നാണ്. ഈ സംഗതി വിവരിക്കുന്നിടത്ത് മഹാനായ നാസിറു സഅദി, ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന ഹൃദയം തട്ടുന്ന ഒരു വിവരണമുണ്ട്. എന്താ വിവരണം എന്നറിയോ? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, വല്ലാത്ത വാക്കാണ് ആ വാക്ക്. അതിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി പറയാണ്, വ ഇന്നമാ യനാലുഹുൽ ഇഖ്ലാസു ഫീഹാ, അതിലുള്ള ഇഖ്ലാസ്. ഏതിലുള്ള? അറുക്കുമ്പോൾ, ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി അതിലെന്തുണ്ട് അതേ എത്തുകയുള്ളൂ. വൽ ഇഹ്തിസാബ്, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത് അതേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വന്നിയ്യത്തു സ്വാലിഹ, സ്വാലിഹത്തായ നിങ്ങളുടെ നിയ്യത്ത് എന്തോ അതേ അല്ലാഹുവിങ്കലേക്ക് ഉയരുകയുള്ളൂ. വലിഹാദാ ഖാല വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അള്ളാന്റെ അടുത്ത് എത്തുന്നത്, അതല്ലാതെ രക്തവും മാംസവും അല്ല എന്നാ. എന്നിട്ട് പറയാണ് അൽ ഇഖ്ലാസ് ഫിന്നഹർ, അറബിലുള്ള ആത്മാർത്ഥത. വ അയ്യകൂനൽ ഖസ്ദു വജ്ഹുല്ലാഹി വഹദ, അറബിലുള്ള ആത്മാർത്ഥത അല്ലാഹുവിന് വേണ്ടി മാത്രമാകണം ഉദ്ദേശം. എന്താകരുത്? വജ്ഹുല്ലാഹി വഹദ, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാകണം. ലാ ഫഖറൻ വല റിയാഅൻ വല സുമഅതൻ, പൊങ്ങച്ചത്തിനോ റിയാഇനോ സൽകീർത്തിക്കോ ആകരുത്. ഞാൻ ഇത്ര അറുത്തു, ഞാൻ ഇങ്ങനെ അറക്കണ ആളാണ്, ഞാൻ വലിയൊരു അറവുകാരനാണ് എന്നതൊന്നും ലക്ഷ്യമാകരുത്. അല്ലെങ്കിലോ വല മുജറദ തആദ, അപ്പുറത്തെ പള്ളി കമ്മിറ്റിക്കാര് 100 എണ്ണമാണ്, അതുകൊണ്ട് നമ്മൾ 105 വേണം. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു 20 നമ്മൾ 30 ആക്കണം. അല്ല പ്രിയമുള്ളവരെ, വല മുജറദ തആദ, എല്ലാവരും ചെയ്യുന്നുണ്ട്, അവരിത്ര ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഞാൻ ചെയ്യാതിരുന്നാൽ എങ്ങനെയാ എന്നതൊന്നുമാകരുത്. അറുക്കുന്നിടത്തുള്ളൊരു മനുഷ്യന്റെ ലക്ഷ്യം പിന്നെന്താ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹുവിന്റെ അടുത്ത് എത്തുന്നത്. അതുകൊണ്ട് അറബിൽ ഇഖ്ലാസും നിയ്യത്തും ഇത്തിബാഉം പ്രധാനമാണ്. പൊങ്ങച്ചം, ലോകമാന്യം, പ്രശസ്തി ഇതിനു വേണ്ടിയാകരുത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്തിയാണ് പ്രധാനം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ പണം കൊടുത്തിട്ടൊരു ഉഴുവിനെ വാങ്ങി, അത് പ്രധാനമല്ലേ? പ്രധാനമാണ്. അല്ലെങ്കിൽ വാങ്ങാൻ ഏതെങ്കിലും ഏൽപ്പിക്കപ്പെട്ടൊരു വ്യക്തിക്ക്, വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് പണം നൽകിയത് പ്രധാനമല്ലേ? അതെ. എന്നിട്ട് അറവിന്റെ ദിവസങ്ങളിൽ അറുത്തതും പ്രാധാന്യമുള്ളതല്ലേ? അതേ പ്രിയമുള്ളവരെ, അറുത്തത് പ്രാധാന്യമുള്ളതാണ്. എന്നാൽ പണം നൽകി അല്ലെങ്കിൽ പണം കൊടുത്തു വാങ്ങി അറുക്കുന്നിടത്തുള്ള നമ്മുടെ മനസ്സുണ്ടല്ലോ, അതാണ് പരമപ്രധാനമായത്. അതാണ് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. മൂന്നാമത്തത്
നന്ദി കാണിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശം. നാലാമത്തത് മഹത്വപ്പെടുത്തലാണ് അതുകൊണ്ട് ഉദ്ദേശം. ഈ മൃഗങ്ങളിലൂടെ കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ, ഇതേ സൂറത്ത് അതിൽ തന്നെ കാണാം, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി അവയെ നിങ്ങൾക്ക് അപ്രകാരം നാം കീഴ്പ്പെടുത്തി തരിക്കുന്നു. ക്ഷമിക്കണം, 36-ാമത്തെ അധ്യായം അതിന്റെ 71-ലും 73-ലൊക്കെ അതുപോലെ കാണാം. വീണ്ടും കാണാം, മഹത്വപ്പെടുത്തലാണത്. ബലി എന്നത് മഹത്വപ്പെടുത്തലാണ് അല്ലാഹുവിനെ. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കേണ്ടതിനായി അപ്രകാരം അവൻ അല്ലാഹു അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ്. വല്ലാത്ത വാക്കുകളാണ് റബ്ബുൽ ഇസ്സത്ത് ഉലൂഹിയ്യത്തിന്റെ ബലിയുടെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിലൂടെ പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അശ്രദ്ധരായി പോകരുത് ഈ വിഷയത്തിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനെയും നമ്മുടെ സമ്പത്തിനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കലും വലിയ ത്യാഗമുണ്ടതിൽ. കാരണം എന്താ, നിങ്ങള് ബലിയുടെ ലക്ഷ്യം തീവ്രമായ ഭക്തിയും അള്ളാഹുവിലുള്ള സമർപ്പണ ബോധവുമാണ്. അൽ ഇസ്തിസ്ലാം, അതാണ് ഇസ്തിസ്ലാമാണ്. ഇബാദത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഉലൂഹിയ്യത്ത്. നോക്കൂ നിങ്ങൾ, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഇതിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഉലൂഹിയ്യത്തിന്റെ ഒരു ചരിത്രം പറഞ്ഞിരുന്നുണ്ട്. അത് പഠിക്കുന്നിടത്ത് നമുക്കറിയാം, അത് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് കാണാം, 2 നബിമാരുടെ ചരിത്ര സ്മരണ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹ് തൃപ്തിപ്പെടുന്നത് എന്തിനും ഒരുക്കമാണ് എന്നത് ജീവിതം കൊണ്ട് കാണിച്ച നമുക്കൊക്കെ പറയാനേ പറ്റുള്ളൂ. ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനി കുറച്ചും കൂടെ ഒക്കെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾക്കൊന്നും ചെയ്യാൻ പോലും കഴിയാത്ത സംഗതി അതവിടെ പ്രാക്ടിക്കലാക്കാണ്. ഒരു പിതാവിന്റെയും മകന്റെയും അവർക്ക് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും കർമ്മസന്നദ്ധതയുടെയും മാതൃക. എന്താ വാപ്പ പറഞ്ഞത്? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. നോക്ക്, അല്ലാഹു നിന്നെ അറുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ വഹി ലഭിച്ചിട്ടുണ്ട്. സ്വപ്നം വഹിയാണ് നബിമാരുടേത്. അതുകൊണ്ട് നീ നോക്ക്, നീ എന്താണ് കാണുന്നത്? നീ അതിനെങ്ങനെ കാണുന്നത്? ഖാല, ബാപ്പാന്റെ അമോന് ഒറ്റ വാക്കാണ്, യാ അബതി, എന്റെ പൊന്നുപ്പ, ഇഫ്അൽ മാ തുമർ, നിങ്ങളോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തോളീൻ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്ന. എന്താ അർക്കം പറയണത്? ആടിനെയോ മാടിനെയോ ഒട്ടകത്തെയോ അല്ല പ്രിയമുള്ളവരെ. എല്ല് നൊരുമ്പിപ്പോയ കാലത്ത്, മജ്ജയും ചോരയും നീലും പറ്റിയ കാലത്ത് ഒരിക്കലും ഫിസിക്കലി ശാരീരിക ഘടന അനുസരിച്ച് ഒരു മകനുണ്ടാവില്ല, കുഞ്ഞുണ്ടാവില്ല എന്ന കാലഘട്ടത്തിലാണ് അല്ലാഹു തആല 2 മക്കളെ നൽകുന്നത്. ഒന്നാമത്തത് ഇസ്മായിലും പിന്നീട് ഇസ്ഹാഖും അലൈഹിമുസ്സലാം. അങ്ങനത്തെ കുട്ടിയാണ്. ആറ്റുനോറ്റുണ്ടായതെന്നൊക്കെ പറഞ്ഞതൊരു വെറും വാക്കാണ്. നമ്മുടെ നാട്ടിൽ ഉരുളി കമിഴ്ത്തി എന്നൊക്കെ പറയുന്ന ശിർക്കിന്റെ വരികളുണ്ട്. അതുപോലൊരു വാക്കല്ല ഇത്, ജീവിതത്തിന്റെ അങ്ങേയറ്റമാണ്. അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ച ചില പദങ്ങളുണ്ട്. ആ പദങ്ങളിൽ നിന്ന് കാണാം, ഒരിക്കലും ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹു മലക്കുകളെ വിട്ടയച്ചിട്ട് സന്തോഷ വാർത്ത അറിയിക്കണത്. നാണം കൊണ്ട്, ലജ്ജ കൊണ്ട് കിഴവിയായ പ്രായമുള്ള ഹാജറ വാതിൽ പാളിയിൽ മുഖമമർത്തിയത് ഖുർആനിൽ നമ്മൾ കാണും. ഒരു വല്യമ്മാന്റെ പ്രായത്തിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ലജ്ജ. അങ്ങനെ ഉണ്ടായ കുട്ടിയാ. ആ കുട്ടീനെ ഇറക്കാണ്. ആരോടാ കൂടിയാലോചിക്കുന്നത്? ഭാര്യനോടല്ല. ഏതൊരാളെയോണ് ഇറക്കാൻ പോകുന്നത്? ആ കുഞ്ഞിനോട് കൂടിയാലോചിക്കാൻ. ആലോചിക്കണം. ആ കുഞ്ഞിനോട് കൂടി ആലോചിക്കുന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്നതിന് അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ കൃത്യമായ സൂറത്ത് സ്വാഫാത്തിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അതിന്റെ തഫ്സീറിൽ കാണാം, ഫഅഖദ ഇബ്രാഹിം ഇബ്നഹു ഇസ്മാഈൽ, ഇബ്രാഹിം തന്റെ മകനായ ഇസ്മാഈലിനെടുത്തു. വബ്തഅദ ബിഹി, ഇസ്മാഈലിനെ കൊണ്ട് ദൂരെ പോയി. ഹത്താ ലാ തശ്ഉറൽ ഉമ്മു, ഉമ്മ അറിയാതിരിക്കാൻ. വഅൽജഅഹു അലാ ജബീനി, നെറ്റിത്തടത്തിന്റെ മേൽ അദ്ദേഹത്തെ ചരിച്ചു കിടത്തി. ഖാല തആല, അല്ലാഹു പറഞ്ഞില്ലേ, ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ,
അങ്ങനെ അവർ ഇരുവരും കീഴ്പ്പെടുകയും അവനെ നെറ്റിമേൽ ചരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം ഫഖാല ഇസ്മായിൽ യാ അബതി ഇസ്തുദ് റിബാതി. ഇസ്മായിൽ പറഞ്ഞു, എന്റെ ഉപ്പ എന്റെ വസ്ത്രത്തിന്റെ കെട്ടുകളൊന്ന് ശക്തിപ്പെടുത്തണം, ഹത്താ ലാ അൽതരിബ, ഞാൻ പിടയാതിരിക്കാൻ വേണ്ടി, വഖ്ഫുഫ് അന്നി തൗബക, എന്നെ തൊട്ട് താങ്കളുടെ വസ്ത്രത്തെ അഴിക്കണം. എന്തിനെന്നറിയോ? ഹത്താ ലാ യതലത്തഖ മിൻ ദമി, എന്റെ രക്തം അവിടുത്തെ വസ്ത്രത്തിൽ പുരളാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പുരണ്ട എന്താ കുഴപ്പമെന്നറിയോ? ഫതറാഹു ഉമ്മി ഫതഹ്സൻ, എന്റെ ഉമ്മ ഹാജറ അത് കാണുകയും ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്റെ കഴുത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് വേഗം അറക്കണേ ഉപ്പ. ലിയകൂന അഹ്വന ലിൽ മൗതി അലയ്യ, അതാണ് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് മരണം വരിക്കാൻ സാധിക്കുക. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് തഫ്സീറിൽ കാണുന്നത്, ഫഇദാ അതൈത ഉമ്മി, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ ഉമ്മന്റെ അടുത്ത് പോയാൽ ഫഅഖ്രി അലൈഹ സലാമ മിന്നി, ഫഅഖ്രി അലൈഹ സലാമ മിന്നി, എന്നിൽ നിന്ന് എന്റെ ഉമ്മാക്ക് സലാം പറയണമെന്നാണ്. ആ സമയത്ത് അല്ലാഹു ഇടപെടുകയാണ്. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയ, തീർച്ചയായും താങ്കൾ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും അപ്രകാരമാണ് നാം സ്വാലിഹീങ്ങൾക്ക് മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, തീർച്ചയായും ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണം തന്നെയാണ്. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, ഇനി പറയുന്നത് നമ്മളെ വിഷയം. ആ പുത്രനു പകരം ഇസ്മായിലിനു പകരം ബലിയെറുക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. നോക്കി നിങ്ങൾ, മകനറക്കാനാ വഹി, പിന്നെ പകരമായി റബ്ബ് ഒരാടിനെ കൊടുക്കാൻ, ആടിയിട്ട് മലക്കുകൾ നിൽക്കാൻ. വല്ലാത്തൊരു വാക്കാണ് ആ സന്ദർഭം, വല്ലാത്തൊരു രംഗമാണ് അതൊക്കെ. നമുക്കൊക്കെ സങ്കല്പിക്കാൻ പോലുമാകാത്ത വിശാലമായ ത്യാഗത്തിന്റെ സ്മരണ. ഇതാണ് പ്രിയമുള്ളവർ അള്ളാഹുവിന്റെ ഖുർആനിൽ ഉളുഹിയ്യത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധ്യതയാണ്. ഇത് വെറും വർത്താനല്ല, കഴിവുള്ളവർക്ക് ഇത് ബാധ്യതയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ഏതൊരു വിഷയത്തെയും പോലെ തന്നെ ഇതിലും രണ്ട് അഭിപ്രായം ഉണ്ടായത്. അതിലേറ്റവും ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് സുന്നത്ത് മുഅക്കദയാണ്, മുഅക്കദായ സുന്നത്താണ്. എന്നാൽ പ്രബലരായ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ഇത് വാജിബാണ് എന്നാണ്. ലോകത്ത് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന മദ്ഹബായ ഇമാം അബൂ ഹനീഫത്ത അൻ-നുഅ്മാൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഹനഫി മദ്ഹബിൽ ഇത് വാജിബാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ആ മദ്ഹബിന്റെ അഹ്ലുകാരെ മുഴുവനും ഒരു നിർബന്ധം പോലെ അത് കാണുന്നത് വാജിബാണെന്നാണ്. രണ്ടാമത്തത് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാഹ് അൽ-ഹറാനി അഹ്ലുസുന്നയുടെ ഇമാം, അദ്ദേഹവും ഇത് വാജിബാണെന്ന പക്ഷക്കാരനാണ്. ആധുനികരിൽ 20ാം നൂറ്റാണ്ട് കണ്ട ഫഖീഹും മുഹഖിഖും അതുപോലെ മുഫസ്സിറും മുഹദ്ദിസും ഒക്കെയായി അറിയപ്പെട്ട, ലോകത്തറിയപ്പെട്ട മഹാനായ ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ വീക്ഷണവും ഇത് നിർബന്ധമാണ് എന്നാണ്. എന്നാൽ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ബാധ്യതയാണ് എന്ന ചർച്ചക്കപ്പുറത്തേക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അഥർ വെക്കാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല മുത്തബിഉസ് സുന്ന, അദ്ദേഹത്തോട് ചോദിക്കാൻ, അൻ ഇബ്നു സീരീന ഖാല സഅൽതു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അനി الضحായ അവാജിബുൻ ഹിയ. ഞാൻ ഇബ്നു സീരീൻ പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവോട് ചോദിച്ചു, ഉളുഹിയ്യത്ത് വാജിബാണോ? ആരെങ്കിലും ഉറങ്ങാനുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചിരിക്കണം. കാരണം എന്താ അറിയോ, നമ്മുടെ നാട്ടിലിപ്പോ എന്താ വെച്ചാല്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇതുമൊക്കെ ഒരു വേണമെങ്കിൽ പറ്റാണെങ്കിൽ ഒരു സാമൂഹിക എന്താ പറയാ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അർത്ഥം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു മോശമല്ലേ എന്ന നിലക്കൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്.
ഒരിക്കലും അങ്ങനല്ല, ഒരിക്കലും അങ്ങനല്ല. ഓരോ പുരയിലും അറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. ഒരു വീട്ടിൽ ഒരാളെങ്കിലും അറുക്കുന്നിടത്തേക്ക് എത്തണം, അങ്ങനെ വരണം. ഞാൻ പൈസ ഏതെങ്കിലും പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ആൾക്കാരെ ചാദിക്കണം. എന്തു പറഞ്ഞാലും അങ്ങനെ ആലോചിക്കാം. എന്തിനേയും അള്ളാന്റെ ദീനിൽ ഉറപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട പണമൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കൽപ്പിക്കപ്പെടാത്തൊരു വിഷയത്തിലേക്ക് തലതിരിച്ചുവിടുന്ന തലതിരിഞ്ഞ ആളുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുള്ളത്. അതുകൊണ്ട് ഉളുഹിയ്യത്ത് തന്നെ. സാമൂഹിക പ്രവർത്തനം വേറെ, ഉളുഹിയ്യത്ത് വേറെ. പ്രിയമുള്ളവരെ, ഇവിടെ ചോദ്യം എന്താ അറിയോ? ചോദ്യം എന്താ? അത് വാജിബാണോന്നാണ്. സുബ്ഹാനക അലി അദ്ദേഹത്തിന്റെ ഉത്തരം എന്താ? നിങ്ങള് വാജിബാണോ സുന്നത്താണോ എന്നല്ല, പിന്നെന്തറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉളുഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. വൽ മുസ്ലിമൂന മിൻ ബഅദിഹി, അതിനുശേഷമുള്ള മുസ്ലിമീങ്ങളും അറുത്തിട്ടുണ്ട്. വജറത് ബിഹി സുന്ന, ആ ചര്യ തുടർന്നു വരികയും ചെയ്തു എന്നാണ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അസറാണ്. അല്ലാഹുവിന്റെ റസൂൽ അറുത്തു, സ്വഹാബത്ത് അറുത്തു, താബീങ്ങൾ ഇങ്ങനെ അറുത്തത് കാലങ്ങളോളം തുടരു വരികയാണെന്നാണ്. അവരാണ് മുസ്ലിമൂന മിൻ ബഅദിഹി, അതാണ് ഉത്തമ തലമുറ. അപ്പൊ ഉത്തമ തലമുറ അറുത്തിട്ടുണ്ട്. അതിനാൽ ഇൻഷാ അല്ലാഹ് നമ്മളും അറുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറുക്കാനുള്ള തൗഫീഖും താഖത്തും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ സൊഫൊക്കെ ഒന്ന് ക്രമീകരിച്ചിരുന്നാൽ അത് വളരെ ഹൈറായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയുകയും അത് ഗൗരവത്തിലെടുക്കുകയും വേണം. സാധാരണ നാട്ടിൻപുറത്തിറക്കണ നിർബന്ധമാണോ നിർബന്ധമല്ലേ എന്ന ചർച്ചക്കപ്പുറത്തേക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ അറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ നമ്മൾ അറക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. അതും നമ്മുടെ നാട്ടിൽ അറക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടും അറുത്താൽ വാങ്ങാൻ ആളുകൾ ഉണ്ടായിട്ടും അറുക്കാതെ മറ്റു നാട്ടിലേക്ക് കയറ്റിവിടുന്നത് ഒരു സംസ്കാരമാക്കി മാറ്റിയിട്ടുണ്ട്. അതിനോട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വളരെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. നാട്ടിൽ ആളില്ലെങ്കിലേ മറ്റൊരു പ്രദേശത്തേക്ക് പോകണ്ടുള്ളൂ. വക്കാലത്തേൽപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാടുകളിൽ ആളുകൾ ഉണ്ടായിരിക്കെ അത് വാങ്ങാനും അറുത്താൽ എത്ര അറുത്താലും അതിനാവശ്യക്കാരുണ്ടായിരിക്കെ പിന്നെ അത് മറ്റൊരു ഭാഗത്തേക്ക് കയറ്റി അയക്കേണ്ട യാതൊരു സ്ഥിതിവിശേഷമല്ല. ഫിത്ർ സക്കാത്തിന്റെ അരി വരെ അരികളുടെ പാടങ്ങളുള്ള ഉത്തരേന്ത്യൻ മണ്ണിലേക്ക്, ഗോതമ്പിന്റെ പാടങ്ങളുള്ള ഉത്തരേന്ത്യൻ മണ്ണിലേക്ക് കയറ്റി അയക്കുന്ന ഒരു തലതിരിഞ്ഞ ജഹാലത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് കാണാൻ പറ്റും. ഏറ്റവും അധികം ഈ സാധനങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടുന്ന നാട്ടിലേക്കാണ് വില കൂടുതലുള്ള നാട്ടിൽ നമ്മൾ കയറ്റിയേക്കണം. വലിയ വിരോധമാണ് അതൊക്കെ. അതുകൊണ്ട് അത്തരം ചപ്പടാച്ചിയും ജനങ്ങളെ കാണിക്കുന്ന പൊട്ടീസാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടത്, അതൊക്കെ ഒഴിവാക്കിയിട്ട് വലാഖി യനാലുഹു തഖ്വാ മിൻകും എന്ന ആ ആയത്തിനെ വിവരിക്കുന്ന ഇമാം സഅദി പറഞ്ഞതുപോലെ റിയാഓ സുംഅത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലോ ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടില് പറ്റണി പൊരേ തന്നെ, പൊരയിൽ പറ്റൂലെങ്കിലാണ് പുറത്തൊക്കെ ഇറങ്ങാം. നമ്മളെ വീട്ടിൽ തന്നെ ഇറക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്, ഭാര്യ മക്കളൊക്കെ പാടെ കൂടിയിട്ട്. ഇനി അതിന് പറ്റിയില്ലെങ്കിലാണ് സാമൂഹികമായ അത്തരം ബന്ധങ്ങൾ എന്താ പറയാ അത്തരം അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടത്. അതിനെ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആനാണ് അതിന് ഉത്തരമായി ഒന്നാമത് വരുന്നത്. അള്ളാഹിന്റെ ഖുർആനിൽ കാണാം ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി ബലിയർക്കുകയും ചെയ്യുക എന്നാണ്. നിസ്കാരത്തോട് ചേർത്തി പറഞ്ഞൊരു ഇബാദത്താണ് ബലി. അത് അള്ളാന്റെ റസൂൽ പ്രാക്ടിക്കലാക്കി. റസൂലുള്ള അത് ജീവിതത്തിൽ കൊണ്ടുവന്നു. നബിയെ കുറിച്ച് നിശ്ചയമായും
തൂവെള്ള നിറമുള്ളതും കൊമ്പുകളുള്ളതുമായ 2 മുട്ടനാടുകൾ അറുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ്യത്ത് നടത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൊണ്ട് അവയെ അറുക്കുകയും ബിസ്മി ചൊല്ലുകയും തക്ബീർ മുഴക്കുകയും അവയുടെ പിരടികളിൽ തന്റെ കാല് വെക്കുകയും ചെയ്തു. ഇത് ധാരാളക്കണക്കിന് ഹദീസുകളാണ്. ഞാൻ ഉദ്ധരിച്ചത് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ അറുക്കേണ്ടതുണ്ട്. അറുക്കുന്ന മൃഗത്തിന്റെ സിഫത്തുകളൊക്കെ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. വൈകല്യമില്ലാത്തവയായിരിക്കണം. അതുപോലെ 7 ആളുകൾ വരെ ചേർന്നിട്ടൊരു മൃഗത്തറക്കാം. അത് ആടില് പറ്റൂല, മാടിലും ഒട്ടകത്തിലൊക്കെയാണ്. ഇതും നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ചില ആൾക്കാർ മനസ്സിലാക്കിയതിൽ ഒരു അബദ്ധം ഉണ്ടെന്ന് അറിയാം. ഒരു മൃഗത്തെ ഒറ്റക്കറക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ആളും തെറ്റിദ്ധരിച്ചത് 7 കൂടിയാ പോരെന്നാണ്. അത് മഹാബദ്ധാണ്. ഈ ഇരിക്കുന്നവരിൽ എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതിയല്ല ഉണ്ടാവുക. 10 അറക്കാൻ ഒരു പ്രശ്നമില്ലാതെ അറക്കാൻ സാമ്പത്തിക സ്ഥിതികളുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. എന്നാൽ 7 ആളിൽ ഒരാളായി കൂടാൻ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടാവും. 7 ആളിൽ ഒരാളായി കൂടാൻ അങ്ങനെ ചെയ്യാം. 2 ഇറക്കാൻ പറ്റും, 2 ഇറക്കാം. 2 പറ്റൂലെങ്കിൽ 3 ആള്, പറ്റിയില്ലെങ്കിൽ 4, പറ്റിയില്ലെങ്കിൽ 5, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 7. അത്രയാണ്. ഇതെന്താ, 20 ഇറക്കാൻ കപ്പാസിറ്റി ഉള്ള ആളും 7 ഞാനുണ്ടോന്നിട്ടോ. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അദ്ദേഹത്തിന് അള്ളാഹ് നൽകിയ നിഅമത്തുകളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ഞാൻ പൊതുവായി വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കാരണം എന്താ വെച്ചാല് അൽ ബഖറത്തു അൻ സബഅത്തിൻ വൽ ജസൂറു ഐ അൽ ബഈർ അൻ സബഅന. പശു അല്ലെങ്കിൽ അത്തരം മൃഗങ്ങൾ 7 ആളുകൾക്കും ഒട്ടകം 7 ആളുകൾക്കും വേണ്ടി അറുക്കപ്പെടാം. അബൂദാവൂദിൽ ഹദീസാണ്. അത് ഇളവാണ്. 7 ആളുകൾ വരെ അതിൽ വരാനാണ്. അല്ല, ആളുകൾ തെറ്റായി മനസ്സിലാക്കി വെച്ചതുപോലെ 7 ആളുണ്ടായാലേ ഇറക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ചിലർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ സംശയമുണ്ട്. അല്ലാഹുൽ മുസ്തഅൻ. അത് അബദ്ധാണ്. അവിടെ നമ്മളെല്ലാവരും ആദ്യം ശ്രമിക്കേണ്ടത് എനിക്കൊറ്റക്ക് പറ്റുമെന്നാണ്. നമ്മൾ ഇപ്രാവശ്യത്തെ ഉളുഹിയ്യത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവേ നിന്റെ തൗഫീഖിനാൽ ഒറ്റക്ക് എനിക്ക് ഇറക്കാൻ പറ്റുമെന്നാണ്. പറ്റൂലേ, എന്നാ ഞാൻ എന്റെ അമ്മനെ കൂട്ടും. എന്നിട്ടും പറ്റൂലേ, ബ്രദറിനെ കൂട്ടും. എന്നിട്ടും പറ്റൂലേ, സിസ്റ്ററിനെ കൂട്ടും. അങ്ങനെ വീട്ടിലുള്ളൊരു തകയിലാന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങാം. നമ്മളൊന്ന് മാറേണ്ടതുണ്ട് പറയുള്ളൂ. ചിലതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ ചില മസാല ചർച്ചകളിൽ അങ്ങനെ മുഴുകിപ്പോയ കുറെ സാധനമുണ്ട്. ഇത് അപ്പുറത്തേക്ക് നമ്മൾ സലഫുകളുടെ, അതാണ് ജുംഹൂർ, സലഫുകളുടെ വീക്ഷണത്തിലേക്ക് നമ്മൾ വരണം. അവരൊക്കെ അർത്ഥവരാണ്, അവരതിനൊരുങ്ങിയവരാണ്. ഇതൊക്കെ ശരിക്കും നമ്മൾ നേരത്തെ ഒന്ന് പരിശ്രമിച്ചാൽ എളുപ്പമുള്ള കാര്യമാണ്. മനസ്സ് വെച്ച ഒട്ടുമിക്ക ആളുകൾക്ക് ഇത് സാധ്യമാകും. എത്രത്തോളം അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹദീസ് മാത്രം ഞാൻ പറയാം. മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് ബലിയിറക്കാൻ സൗകര്യമുണ്ടായിട്ട് ബലിയിറക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുസല്ലയിലേക്ക്, നിസ്കാര സ്ഥലത്തിലേക്ക് അവൻ അടുക്കരുത്. വളരെ ഗൗരവത്തിൽ നബി പറഞ്ഞ താക്കീതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറക്കാൻ കഴിവുണ്ടായിട്ടും ഓൻ അറക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. ശരി, അങ്ങനെ നമ്മൾ അറക്കണമെന്നാണ്. അറുത്ത് കഴിഞ്ഞാലും ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ വിചാരിച്ച് അറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കുറഞ്ഞത് എടുത്തു വെക്കാൻ പറ്റും, ബാക്കിയൊക്കെ കൊടുക്കണതാണ്. ശരിയാണ്, കൊടുക്കൽ തന്നെ നല്ലത്. പക്ഷെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം, നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടാ കൊടുക്കേണ്ടത്. എത്ര നമുക്ക് ആവശ്യം, വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റാം. 10 പൊതിയോ 20 പൊതിയോ 30 പൊതിയോ, എത്ര അർത്ഥത്തിന്റെ 1/3 അല്ലെങ്കിൽ അർത്ഥത്തിന്റെ പകുതിയോ നിങ്ങൾക്ക് എടുത്തേക്കണോ? ആവശ്യം എടുത്തേക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തേക്കാം. ചില ആൾക്കാർ മനസ്സിലാക്കിയത് എന്തിനപ്പത് കുറെ അറക്കണം, അവിടുന്നും വരും ഒരു പൊതി, ഇവിടുന്നും വരും പൊതി, അപ്പുറത്തും പോരും വരും, ഇപ്പുറത്തും പോരും വരും. ഇതിങ്ങനെ ഒരു അതുകൊണ്ട് ആ പൈസയും കൂടി വേറെ എടുക്കലും കയറ്റി വിട്ടാൽ പോരെന്നാ. ഇത് സത്യത്തിൽ ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, ദീൻ അല്ലാഹ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യത്തെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു എടുത്തു വെക്കണ്ടെന്ന്. അന്ന് പട്ടിണിയായിരുന്നു. അതിന്റെ സബബുണ്ട്, കാരണമുണ്ട്. പിന്നെ നബി പറഞ്ഞു, കുൻതു നഹൈതുകും അൻ ലുഹൂമിൽ അളാഹി ഫൗഖ 3 ഫഅംസികൂ മാ ബദാലകും. 3 ദിവസത്തെക്കാൾ കൂടുതൽ ഉദ്ഹിയ്യയുടെ മാംസം സൂക്ഷിച്ചു വെക്കുന്ന ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു. ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത്ര സൂക്ഷിച്ചു വെച്ചുകൊള്ളുക. അതാണ് ഇമാം മുസ്ലിമിലെ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ബുഖാരി ഉദ്ദേശിച്ചത് അറിയോ? കുലു വഅത്ഇമു, നിങ്ങൾ തിന്നോളിൻ, കഴിച്ചോളിൻ, വദ്ദഖിറു,
നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളിന്നാണ്. സൂക്ഷിച്ചു വെക്കണം എന്നാ പറഞ്ഞു, വെക്കണ്ടെന്നല്ല പറഞ്ഞു. നമുക്ക് ആവശ്യമുണ്ടോ സൂക്ഷിച്ചു വെക്കാൻ. ആളുകൾ അവിടെയും ചില തെറ്റിദ്ധാരണകൾ പരത്താറുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത്. അവിടെയൊക്കെ മനുഷ്യന്റേതായ യുക്തിയാണ്, അതൊരിക്കലും ശരിയല്ല. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതെന്തോ, സ്വഹാബത്ത് മനസ്സിലാക്കിയതെന്തോ അതാണ് ദീന്. ഖാല അല്ലാഹു വഖാല റസൂൽ വഖാല സ്വഹാബ, അതാ ദീന്, അതാണ് അഹ്ലുസുന്ന. മറ്റേതൊക്കെ നമ്മളെ യുക്തിയാണ്. യുക്തി നമ്മളെ നയിക്കുന്നത് ചിലപ്പോൾ നരകത്തിലേക്കായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സ് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും തറക്കാൻ പറ്റും. 7-ൽ 1 അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് ചേരാനാകും. ഞാൻ അതിന് കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതേ വിഷയം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, മുമ്പ് കഴിഞ്ഞ വർഷത്തില് എല്ലാ മാസവും ഒരു ചെറിയ സംഖ്യ മാറ്റിവെച്ചാൽ എല്ലാ വർഷവും എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്ക് ഇറക്കാൻ പറ്റും. ഇപ്പൊ എന്താ വെച്ചാല് ഒരു 7,000 അല്ലെങ്കിൽ 8,000, 8,500 ഒക്കെയാണ് ഒരു പക്ഷെ ഒരു ഷെയർ വരാം. ഒരു മാസം ഒരു 700 രൂപ 800 രൂപ മാറ്റി വെച്ചാൽ 12 മാസമല്ലേ ഒരു കൊല്ലത്തില്? 12 മാസത്തില് ഒരു 500 1000 മാറ്റി വെച്ചാൽ തന്നെ ഏത് മനുഷ്യനും ഒരു പുരയിൽ എത്ര ആളുണ്ടോ അത്ര ആൾക്കും മറക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട്? പ്ലാനിങ് വേണം, ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യണം. നമ്മളെല്ലാറ്റിനും ബുദ്ധി വർക്ക് ചെയ്യലുണ്ട്. എത്രത്തോളം വെച്ചാൽ ഓരോ സാധനങ്ങൾ, അക്ഷയ തൃതീയ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കുറെ ശിർക്കൻ വിശ്വാസങ്ങളുടെ ഭാഗമായി വല്ലാതെയൊക്കെ ചില അബദ്ധങ്ങളുടെ ഭാഗമല്ലാതൊക്കെ ചില ജ്വല്ലറികൾ കാണാം. നിങ്ങൾ ഇത്ര നിക്ഷേപിച്ചാൽ നിങ്ങളെ മകളെ കെട്ടിക്കാനാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്ര പവൻ സ്വർണം കിട്ടും. ഓ, എന്താ ആവേശം നോക്കി! നിങ്ങൾ നിക്ഷേപിക്കുന്നു, കൊണ്ടുപോയി വെക്കുന്നു, ഭയങ്കര ആവേശമാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ട് മരണം, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നത് വരെ ജീവിക്കുന്ന ഈ നൈമിഷികമായ കാലഘട്ടത്തിലെ എല്ലാ ഓഫറുകൾക്കും തലവെച്ചു കൊടുക്കുന്നവരും അനന്തമായ കാലം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ഓഫറിന്റെ പെരുമഴ അത് അല്ലാഹു നൽകുകയാണ്. അത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തോടനുബന്ധിച്ച് അവിടെ മാത്രം പിന്നോക്കം പോകുന്ന ഒരു ദുരവസ്ഥ ഒരിക്കലും നമ്മൾക്കുണ്ടാകരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശക്തമായ ഇബാദത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉളുഹിയ്യ അത് അർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുസ്ലിമക്ക് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാമൂഹികമായ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.